ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് എ.പി. അനിൽകുമാർ എം.എൽ.എയുടെ ഓണസമ്മാനം. വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഹരിത സേനാംഗങ്ങൾക്കും എം.എൽ.എയുടെ വക ഓണക്കോടി വിതരണം ചെയ്തു. കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കുള്ള ഓണക്കോടി ഭവനംപറമ്പ് MCF കേന്ദ്രത്തിൽ വെച്ചാണ് വിതരണം നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം BP ജസീറ അധ്യക്ഷത വഹിച്ചു. N. ഉണ്ണീൻകുട്ടി, MB വിജയകുമാർ, V. ഷബീർ അലി, MK മുഹമ്മദ് അലി, ഇംതിയാസ് ബാബു, ഷൗക്കത്ത് അലി വള്ളിൽ, B. അംസക്കുട്ടി, PK റസാഖ്, V. റജീന, PK സലീന, P. അഷ്റഫ്, MB ബൈജു, P. സജ്നു താലിം, K. ഹുസൈൻ, P. മുജീബ്, K. ജിനേഷ്, K. അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. എന്തായാലും ഇന്ന് കരുവാണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ തുടങ്ങി വെച്ച ഞങ്ങളെ ബോർഡാണ് തുടങ്ങി വെച്ചത്. ഇവിടെ തന്നെ അതിൻ്റെ സ്ഥലവും കണ്ടെത്തി. എന്തായാലും ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു 2-3 വർഷമായിട്ട് ഒരു കർഷകനാണ്. ഞാൻ മുമ്പൊക്കെ കളച്ചിൻ്റെ സ്ഥലം കളക്കാൻ കഴിയുന്നില്ല. കാരണം പ്ലാസ്റ്റിക് ഇപ്പം ഇന്ന് കളക്കാൻ നല്ല സുഖമാണ്. കാരണം ഒരു പ്ലാസ്റ്റിക് ഇല്ല, ഒരു കുപ്പിന് ചില്ലില്ല, അത് പൊട്ടില്ല. അപ്പോൾ അതും നിങ്ങളെ ഈ ഒരു പ്രവർത്തനം വലിയ തുച്ഛമായ ഞാൻ ന്യൂസ് സാഹിബ് ഇത് പറഞ്ഞത് ഒരു 350 രൂപൻ്റെ ഒക്കെ അടുത്ത് ഇവർക്ക് കിട്ടുന്നുള്ളൂ. എന്തായാലും വരും കാലങ്ങളിലൊക്കെ ഭരണതലത്തിലൊക്കെ ഒരു മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം നൽകാൻ നമ്മുടെ MLA തയ്യാറായി. A.P. അനിൽകുമാർ എന്ന MLA വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലുള്ള ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഓണപ്പുടവ നൽകുന്നു എന്നുള്ളത്, ഓണക്കോടി നൽകുന്നു എന്നുള്ളത് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ പ്രഥമമായ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഉദാഹരണമാണ്. സമൂഹത്തിലെ നേരത്തെ ഇവിടെ കുഞ്ഞാൻ സൂചിപ്പിച്ചു, ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കരുവാരക്കുണ്ടിലെ 71 ST കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഇന്ന് ഓണക്കോടി ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു. ഇന്നലെ വണ്ടൂരിൽ വെച്ച് 8 പഞ്ചായത്തുകളിലേക്കും കൈമാറി. അതിൻ്റെ കരുവാരക്കുണ്ടിലെ വിതരണം ഇന്നലെ MLA വിളിച്ചിരുന്നു. ഉണ്ണിക്കുട്ടി, നിങ്ങളൊക്കെ എല്ലാവരും കൂടി UDF ആയിട്ട് കൂടിയിട്ട് അത് നടത്തണം എന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ണ്ട്, പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്, പിന്നെ പൊതുസമൂഹമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നാടിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതിന്, പരിപാലിക്കുന്നതിൽ ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള പങ്ക് വഹിച്ചത് അത് നമ്മുടെ നാട്ടിലെ നിങ്ങളെപ്പോലുള്ള യുവതികളാണ്. അത് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും. സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് നിങ്ങളെപ്പോലെ എല്ലാവരും ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. കാരണം ഏത് തൊഴിലിടങ്ങളിലാണെങ്കിലും പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എടുക്കുന്ന തൊഴിൽ എന്താവട്ടെ, അത് ഏത് രീതിയിൽ സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരിലും നിൽക്കുന്നു, അതിനുള്ള പരിഗണന ബാക്കിയുള്ളവരെങ്ങനെ നൽകുന്നു എന്നുള്ളതിലാണ് എല്ലാവരുടെയും സന്തോഷം. കാരണം ഞാനിവിടെ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ തന്നെ ഇവരൊക്കെ എൻ്റെ അടുത്ത് നമ്മളെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മളെടുത്ത് അവരുടെ സന്തോഷം, ഇനി കിട്ടുന്ന ഓണസമ്മാനത്തിൻ്റെ സന്തോഷം ഞാനുമായി പങ്കുവെക്കുകയുണ്ടായി. വളരെയധികം, അതായത് അവർ പറഞ്ഞത് ഞങ്ങളൊന്ന് പരിഗണിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. വലിയ സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത്. നാട് വൃത്തിയാക്കുന്ന നിങ്ങൾക്ക് ഇത്തരം ഒരു ആഘോഷ സമയത്ത് നിങ്ങളെ ഓർമ്മിക്കാൻ MLAക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു സന്തോഷമുള്ളത്. നമ്മുടെ മണ്ഡലം ഭാരവാഹികളും അതേപോലെ UDFൻ്റെ ഭാരവാഹികളൊക്കെ അവരുടെ ഒരു നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഓണക്കോടി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ സേവനം എന്താണെന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. നിങ്ങളുടെ സേവനം വലുതാണ്. ആ സേവനത്തെ മാനിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടികൾ നടത്തുന്നത്. നമ്മളെ MLA നമുക്ക് തന്ന ഓണസമ്മാനം വിതരണം ചെയ്യാണ്. ഇത് ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെയാണ് ഇതിലേറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത്. കരുവാരകുണ്ടിലെ ഏകദേശം എല്ലാ വീടുകളും അവിടുത്തെ വീടുകളുടെ സ്വഭാവം അറിയണം. ഇങ്ങോട്ട് ചോദിച്ചാൽ മതി, ഇന്ന വീട്ടുകാരത്തി എങ്ങനെയാണ്, അല്ല ഇന്ന വീട്ടുകാരൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് കരുവാരകുണ്ടിൽ അത് വ്യക്തമായി കറക്റ്റ് പറയാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ. അവിടെ പോകുന്ന കിട്ടുന്ന പെരുമാറ്റങ്ങൾ, അവിടുന്ന് കിട്ടുന്ന സംഗതികൾ. ഏതായാലും
വളരെ അവരൊക്കെ ഇതൊക്കെ കേട്ടാലും ഈ ജോലിയോടുള്ള ഇതത്ര വലിയൊരു സുഖമുള്ള ജോലിയാണ്. ഞങ്ങളൊക്കെ ജോലിക്കാരനെയാണ്. ഞങ്ങളമാരുള്ള ജോലിൻ്റെ സുഖമുള്ള ജോലിയല്ലത്. അവിടെ വരുന്നവർ ഇപ്പം എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചി എനിക്കറിയാം, അവരൊക്കെ വരുമ്പോഴും അവരുടെ പിന്നെ സമീപനങ്ങൾ, രീതികൾ, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഉപകരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചോളം ചെറിയതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, പിന്നെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും വരാൻ പോകുന്ന ഭരണസമിതി, അത് ആരാവട്ടെ, ഞങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പിന്നെ വീടുകൾക്ക് എത്താൻ അതിനുള്ള വാഹന സൗകര്യങ്ങൾ, പിന്നെ ഇവിടെ വേണ്ട സൗകര്യങ്ങൾ, ഇപ്പം തന്നെ ഒരു 5 മിനിറ്റ് പോലും ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കാൻ പ്രയാസമുണ്ട്. അതൊക്കെ പെടുത്തുന്നുണ്ട്. എന്തൊക്കെ ഭൗതിക സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർക്കാലങ്ങളിൽ ഉണ്ടാവും. വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങളെ പിന്നെ ജോലിയെ വളരെ അഭിനന്ദിച്ചുകൊണ്ട്. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.